നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് 3 വിഷയത്തെക്കുറിച്ച് ചുരുക്കി പറയാം. ഒന്ന് മമ്മൂട്ടി പോലെ സിനിമാ നടൻ, ഒന്ന് മാത്യു സാമുവലിൻ്റെ ഔറംഗസീബിനെ കുറിച്ച് കുറിച്ച്, മറ്റൊന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടില്ല. ഈ 3 കാര്യത്തെക്കുറിച്ച് ഏതാനും മിനിറ്റുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ആദ്യമായിട്ട് മാത്യു സാമുവലിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോകും. മാത്യു സാമുവൽ, അപ്പം ഞങ്ങൾ വീണ്ടും പറയാനുള്ളത്, ക്രിസ്തീയ സമുദായത്തിലെ ബഹുമാന്യ നേതാക്കളെ, സഹപ്രവർത്തകരെ, പിന്നെ സാധാരണ സമുദായ അംഗങ്ങളെ, മദരി സാഹിബ് വേലായുധനെ മുഹമ്മദ് ബിലാലാക്കി RSSനെ പ്രസംഗം തുടങ്ങി. അപ്പോൾ RSS നേതാക്കൾ ചിലർ എന്നോട് പറഞ്ഞത്, നേരിട്ട് പറഞ്ഞാൽ മുഹമ്മദ് ബിലാൽ എന്തും പറഞ്ഞുകൊണ്ട് ഞങ്ങളത് വിഷയമല്ല, പക്ഷേ വേലായുധം പറഞ്ഞ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ പോലെ RSSകാർ മുസ്ലിം സമുദായത്തെക്കുറിച്ച് എന്തും പറയട്ടെ, അത് വിഷയമല്ല. കാരണം അവർ അതിൻ്റെ രൂപീകരണം തന്നെ മുസ്ലിം വിരോധമാണ്. ഇപ്പം പിന്നെ ക്രിസ്ത്യൻ വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരോധം ഇല്ല, ഇവിടെ ഇല്ലല്ലോ അത്. അപ്പോൾ അത് മനസ്സിലാക്കാം. പക്ഷെ മാത്യു സാമുവൽ പോലുള്ള ഒരു ന്യൂനപക്ഷ ക്രിസ്തീയ പത്രപ്രവർത്തകൻ ഇത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരുണമായ രീതിയിൽ ഈ സമുദായത്തെ ആക്ഷേപിക്കുമ്പോൾ, മാത്രമല്ല സമുദായം തകർക്കണം, അത്രയുള്ള കമ്മ്യൂണൽ ഡിവിഡൻഡ് ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. ഞാൻ ആ സമുദായത്തിലെ നേതാക്കളോടും അനുഭാവികളോടും പ്രവർത്തകരോടും പറയാണ്, ഞങ്ങൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പം ഞങ്ങളോട് വർഗീയവാദിയാണ് അല്ലെങ്കിൽ മോശമാണെന്നും പറയാതിരിക്കരുത്. എന്താ സംഭവം അറിയുമോ? ഈടോ മാത്യു, നിന്റെ വർഗം ഇന്ത്യ 200 കൊല്ലം തികച്ചില്ല, അപ്പോഴൊക്കെയായിട്ട് എന്ത് ചെയ്തു? ഇവിടുത്തെ ഹിന്ദു സമുദായം, ന്യൂനപക്ഷ സമുദായം എല്ലാം സടകുടം എഴുന്നേറ്റ് സമരം ചെയ്ത് അവരെ ഓടിച്ചില്ലേ? മാത്യു സാമുവൽ പേരെടുത്ത് പറയണം, നിങ്ങൾ സംഘപരിവാരത്തേക്ക് പൈസ വാങ്ങിച്ചോ, പക്ഷേ ഈ സമുദായത്തെ പുറത്തേക്ക് കയറരുത്. അത് മനസ്സിലാക്കുക. നിങ്ങൾ ലീഗിന് മെമ്പർഷിപ്പ് പോലെ ഈ സമുദായത്തെ പുറത്തേക്ക് കയറരുത്. മറ്റൊരു കാര്യം, 1000 വർഷം ഇവിടെ ഭരിച്ചില്ലേ മുസ്ലിങ്ങൾ? മുഗൾ ചക്രവർത്തി ഉൾപ്പെടെ മുസ്ലിങ്ങൾ 1000ഓളം വർഷം ഇന്ത്യ ഭരിച്ചു. അവർക്ക് എന്തെങ്കിലും ദുസൂചനയോ അല്ലെങ്കിൽ ഒരു പിന്നെ മോശമായി ചിന്ത ഉണ്ടായെങ്കിൽ ഇവിടെ പിന്നെ ഒറ്റ ഹിന്ദു ക്രിസ്ത്യാനി ഉണ്ടാവോ? 1000 വർഷം രാജകീയമായിട്ടാണ്, ജനാധിപത്യ ഭരണമല്ല, രാജഭരണം ഭരിച്ച ഇന്ത്യയിൽ അവരൊന്നും മനസ്സ് വെച്ചില്ല ഇന്ത്യയിൽ ഒരൊറ്റ ഹിന്ദു ക്രിസ്ത്യാനി ഉണ്ടാവോ? മറ്റേതെങ്കിലും മതം ഉണ്ടാവുമായിരുന്നോ? വല്ലതും ഉണ്ടായോ? തന്നെയല്ല. 80% ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ കഴിഞ്ഞ 1000 വർഷം ഒരു സമരവും ഈ മുഗൾ ചക്രവർത്തിമാരോ അല്ലെങ്കിൽ അറബി രാജാക്കന്മാരോ സ്ഥലം മാറിപ്പോകുന്ന സമരം ചെയ്തിട്ടില്ല. ഒരൊറ്റ സമരമില്ല. അറബി രാജാക്കന്മാരും ഹിന്ദു രാജാക്കന്മാരും തമ്മിൽ ലഹളയുണ്ടായിട്ട് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അത് വശം പറയും. അല്ല, ഒരൊറ്റ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരും ഈ മുഗൾ ചക്രവർത്തിമാരോ അല്ലെങ്കിൽ മുസ്ലിം സമുദായ നേതാക്കൾ, ഭരണകർത്താക്കൾ നാട് വിടണം എന്ന് പറഞ്ഞ് ഒരു സമരം ഇന്ത്യയിൽ ഉണ്ടായില്ലടോ. ഇതൊക്കെ സത്യമല്ലേ? സംഘം തരുന്നത് പോലെ നിങ്ങൾ ഈ വിളിച്ചു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഞാൻ ഒരു മൊയ്തീൻ ഷാ മാത്രമല്ല, ഇന്ത്യയിൽ 20 കോടികളും വരെ മുസ്ലിങ്ങൾ ഒരു വശത്ത്, മറ്റൊന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്നത് ഹിന്ദുക്കളും മറ്റ് ക്രിസ്ത്യൻ സമുദായങ്ങളും. അവർ ബഹുഭൂരിപക്ഷം 80 അല്ലെങ്കിൽ 75% പേരും നിങ്ങളുടെ ആശയത്തിന് എതിരാണ് ഇന്ത്യയിൽ, കേരളത്തിൽ. അപ്പം ഞങ്ങൾക്ക് പറയേണ്ടി വരും, ഞങ്ങൾക്ക് അവർ കൂടെ നിൽക്കേണ്ടി വരും. ആകുന്ന ഇന്ത്യ ഭരിക്കുന്നതിൽ സംഘപരിവാറാണെങ്കിൽ 30% താഴെ ഉള്ളപ്പോൾ ബാക്കി 70% സംഘപരിവാർ പുറത്താക്കുന്നത് ഇന്ത്യയിൽ. കേരളത്തിൽ പറയേണ്ടത് 2% പുറത്താണ്. അത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ തുണി വെക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരും. അത് എല്ലാ നിലക്കും. പറയാൻ ആളില്ലെന്നും ആരും ഇല്ലെന്നും വിചാരിക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മാത്യു സാമുവൽ, നിങ്ങൾ എത്ര വൈരാഗ്യമായിട്ടാണ് ഈ കുറേ ദിവസങ്ങളായിട്ട് മുസ്ലിം കുറിച്ച്, പാകിസ്ഥാൻ എന്താ പറയുക, നമുക്ക് ബാധകമല്ല, അത് 5 വേറെ രാജ്യമാണ്. മുസ്ലിം സമുദായത്തെക്കുറിച്ച്, ഈ മുഗൾ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ എന്ത് ലേളുണ്ടായിട്ട് എത്ര അമ്പലം പൊളിച്ചോണ്ട്, ഇതെന്തോടെ രേഖ എവിടെയായത്? 90% മന്ത്രിമാരും എല്ലാം ഈ ഔറംഗസീബിൻ്റെ കാലത്തൊക്കെ മറ്റേ ഹിന്ദുക്കളായിരുന്നു. ഇനി കേരളത്തിലാണ് നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം ഇപ്പോൾ ഒപ്പിച്ച് ക്രിസ്ത്യാനി മുഴുവൻ അങ്ങോട്ട് പോകും. ഇടവും നിങ്ങൾ ക്രിസ്ത്യാനി മുഴുവൻ പോയി എന്ന് വിചാരിച്ചോ? അങ്ങനെ എന്ത് വിചാരിക്കുക നിങ്ങൾക്ക് വേണ്ടി?
16% ഉള്ളൂ. അല്ല, 6% കൺവെർട്ട് ക്രിസ്ത്യാ. അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നിർബന്ധവുമില്ല. എത്ര വർഷമായി ഒരു മതം മാറിയിട്ട് ഇന്ന് നിങ്ങൾ ബാധിച്ചാത്തുണ്ടോ? അത് നിങ്ങളുടെ പുണ്യമാണ് കളിക്കുന്നത്. ആ ഈ 10% പറയാണ്, അല്ലെങ്കിൽ കാശോട് പറയാണ്, നിങ്ങളോട് നമുക്ക് യാതൊരു ഇഷ്ടപോലില്ല, നിങ്ങൾ പ്രവർത്തിച്ചാൽ അതും കുഴപ്പമില്ല. പക്ഷെ ഇത്ര മുളക്കാത്ത തീയിൽ ജനിച്ച കുരുക്കാത്ത പോലുള്ള ആ അസഭ്യം നുണ പറയുമ്പോഴേ നിങ്ങൾ 10% മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാം പുകഴ്ത്തിപ്പോൾ എല്ലാം ഹിന്ദു ക്രിസ്ത്യൻ ഒന്നായി ഭരണം പിടിച്ചെടുക്കും. ആയിക്കോന്നേ, എന്താ കുഴപ്പം, ജനാധിപത്യ രാജ്യമല്ലേ. പക്ഷെ നിങ്ങൾ 10% അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം എണ്ണം നോക്കി. അതിൽ 50% 5% കോൺഗ്രസ് വോട്ട് കാരണം ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ആവുള്ളൂ. രാഹുൽ ഗാന്ധി പ്രിയങ്കൊക്കെ അവർ പോകും. നിങ്ങൾ എത്ര ഉപദേശം അവർ വോട്ട് പോവില്ല. ബാക്കിയുള്ള 10%-ൽ 5% കമ്മ്യൂണിസ്റ്റ് പോവും. ബാക്കിയുള്ള 5% നിങ്ങൾക്ക് എത്ര ഗണഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ 5% എന്ന് പറഞ്ഞാൽ 100-ന്റെ 5%, 0.5% വരുള്ളൂ. ടോട്ടൽ വോട്ടർമാരെ ആ %. നിങ്ങൾ ആരോട് കണക്ക് പഠിപ്പിക്കുന്നത്? നിങ്ങൾ കുറേ തടിയും തൻ്റെ ഇടവും സംസാരിക്കുന്ന ഭാഷ ഒരു ചാൽ ഒടിഞ്ഞിട്ട് ഒരു ദിവസം എത്ര 10-20 പ്രാവശ്യമാണ് ഈ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നത്. കണക്കുത്തിരിക്കുകയാണ്. 10%-ൽ 5% ഈ കോൺഗ്രസ് നേതാക്കളും കേൾക്കാണ്. ഇന്ന് അയാളൊരു ഭീഷണിപ്പെടുത്താണ്ട്. കേരള കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടിയാണ്, മറ്റൊരു പറഞ്ഞു നിങ്ങളുടെ കൂടിയാണ്. എറണാകുളം ജില്ലയിൽ ഒറ്റ ആളും ജയിക്കില്ല വേറെ. ആ പറഞ്ഞ് കണക്ക് ഉദ്ദേശിച്ചുകൊണ്ട് 10% ആകെയുള്ളത്. അത് 5% തീർച്ചയായിട്ടും കോൺഗ്രസിനെ വോട്ട് ചെയ്യും. കാരണം കത്തോലിക്ക കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബാക്കി 10%-ൽ 5%-ൽ 2.5% എന്ത് പോവും? അത് കമ്മ്യൂണിസ്റ്റ് പോവും. 2% വേണമെങ്കിൽ BJP പോവും. ആ 2% എന്ന് പറഞ്ഞാൽ 100-ൽ എത്ര വരും? വളരെ ചെറിയ സംഖ്യയാണ്. വളരെ ചെറിയ സംഖ്യ. 10%-ന്റെ 2% എന്ന് പറഞ്ഞാൽ 10%-ന്റെ എന്ന് പറയുമ്പോൾ 2% എന്ന് എടുത്തിട്ട് എത്ര വരും ആകെ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ആകെ കൂടി അങ്ങോട്ട് കിളക്കി മറിച്ച് നിങ്ങൾ ഈരാറ്റുപറ്റിക്കാർക്കൊക്കെ ചിലപ്പോൾ ദേഷ്യമാണ്, നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം, അതൊക്കെ നിങ്ങൾ വ്യക്തിയുടെ കാര്യങ്ങൾ. സമുദായത്തോട്ട് കളിക്കരുത്. നിങ്ങൾ എത്ര നീചമായിട്ട് പോകുന്നത്. പണ്ടെങ്കിൽ 1000-600 വർഷം പോകുന്ന കാര്യം പറഞ്ഞു അത് പറഞ്ഞിട്ട് എന്താ ചിരിച്ച് കളിച്ച് മറിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ്? ആരെ കണ്ടുകൊണ്ടാണ്? ഞങ്ങൾക്ക് ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. അപ്പം പിന്നെ ഉടുത്ത മുണ്ടിൽ മൂത്രം ഒഴിച്ചു കൂട്ടോ മാത്യുവോ? ഇത് ഭീഷണിയൊന്നുമില്ല. അത് ഓർമ്മ വേണം. പറയുന്നതിന് സത്യം ഉണ്ടാവണം. നിങ്ങൾ കക്കാൻ പോയി അത് വിജയിക്കണം. ചായ അടിക്കുമ്പോൾ ചായ വിജയിക്കണം. നിങ്ങൾ കളക്ടർ വിജയിക്കണം. അതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയിക്കണം. വിജയിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ലെന്നേ. ഏത് പാർട്ടി ഉണ്ടാക്കുന്നവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് കാര്യം പറയാണ്, ഇതുപോലെ നീചമായ വർഗീയതയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ചാനലുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഒറ്റ ഉറക്കമുകൊണ്ട് നേരെ വെളുക്കില്ല കേട്ടോ. പിണറായി സഖാവിനോട് പറയണത് ഒറ്റ ഉറക്കം നേരെ വെളുക്കില്ല. അത്ര കിഴക്കല്ല വടക്ക് ഓർമ്മ വേണത്. പിണറായി സഖാവിനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് LDF ബഹുമാനം നിർത്തിക്കൊണ്ട് പറയണത് അത്ര വടക്കല്ല കിഴക്ക് ഒരു ഉറക്കം കൊണ്ട് നേരെ വെളുക്കില്ല. കാത്തിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, ഇത് ആ മുഖമായിട്ട് ഇത്തേക്ക് വരുന്നുള്ളൂ. മറ്റൊന്ന് മമ്മൂട്ടി സാഹിബ്. ഞാൻ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഞാൻ പറഞ്ഞു അഹങ്കാരമല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രസിഡന്റാണ്. കാരണം അങ്ങനെ സംഘടന ഇന്ത്യയിലില്ല. ഞങ്ങളവിടെ 6-7 വർഷം ഈ കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടാക്കിയത്. കാരണം സിനിമയുടെ പ്രധാന ഘടകം എന്നുള്ളത് കാണികളും പിന്നെ വ്യൂവേഴ്സും അസോസിയേഷൻ ആണ്. അതാണ് മെയിൻ ഘടകം. ഞങ്ങൾ സിനിമയെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ എന്ന് വെച്ചാൽ അത് അകത്ത് നിർത്തൂല. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമ ഉപാധിയാണ്, മാധ്യമ സൃഷ്ടിയാണ് സിനിമ എന്നുള്ളത്. കാരണം കാണുകയും കേൾക്കുകയും ചെയ്യണം. പത്രത്തിൽ കാണില്ല, കേൾക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ 75 വയസ്സിന് നമ്മളിവിടെ എന്താ പറയുന്നത്, പ്ലാറ്റിനം ജൂബിലി എന്ന് പറയും. 25 സിൽവർ, 50 ഗോൾഡ്, 70 പ്ലാറ്റിനം, 100 സെഞ്ചുറി. അങ്ങനെ 3-4 പ്രധാന ഒരു വാർഷികമാണ് നമ്മൾ കൊണ്ടാടുന്നത്. അല്ലെങ്കിൽ പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞ മനുഷ്യന് സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരാം. അത് വാർദ്ധക സഹജമായ അസുഖം ആർക്കും വരാം. അതൊന്നും അത്ഭുതമല്ല. അവർക്ക് ക്യാൻസർ രോഗം വരാം. അതൊന്നും അത്ഭുതമല്ല. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സിനിമാ നടന്മാരെ സംബന്ധിച്ച് ഇത്രയും ഈഗോയും ഇത്രയും പിന്നെ ജാടയുള്ള ഒരു ലോകം വേറെയില്ല. അവിടെ എല്ലാം ഈഗോട്ട് ജാടയുണ്ട്. പിന്നെ എല്ലാം ഫിലിം മറിയാണല്ലോ, ഫോട്ടോ മറിയുന്ന പോലെ മറച്ചിലാണല്ലോ.
അവിടെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഉടനെ അവരെല്ലാവരും നോട്ട് ചെയ്യും, ആൾ ഒഴിവാക്കും. ഒരു ദിവസം റാഡോ വാച്ച് കെട്ടിയിട്ട് സ്ഥിരം വരുന്ന ഒരു സിനിമാ നടൻ ഒരു ദിവസം റാഡോ ഇല്ലെങ്കിൽ അപ്പോൾ വിളയത് എന്താ ക്ഷീണമാണോ, പണിയൊന്നും ഇല്ലേ, ആളും അല്ലെങ്കിൽ എറണാകുളം വെളിയിലൊക്കെ ഒക്കെ നിൽക്കുകയാണ്. അഥവാ ഒരു ദിവസം ഞാൻ ആ നാട്ടിൽ നിന്ന് അവിടെ തൊട്ടടുത്തൊരു ജംഗ്ഷൻ അവിടെ വന്ന് ഇരിക്കുമ്പോൾ ആൾക്ക് ഇപ്പം എന്താ പണിയൊന്നുമില്ലേ, എന്താ ഒരു വർഷങ്ങളെത്തിയത്. അതാണ് അവസ്ഥ. അപ്പം സിനിമയിലൊക്കെ ഇങ്ങനെയാണ് ജാട വെക്കട്ട്. ഒരു റാഡോ വാച്ച് കെട്ടി നിങ്ങൾക്ക് അന്ന് ദിവസം റാഡോ ഇല്ലെങ്കിൽ ഇത് റാഡോ ഒക്കെ പോയില്ല. അത്ര പിന്നെ ജാടയും പൊങ്ങച്ചുമുള്ള ഒരു ഫീൽഡാണ് സിനിമാ ഫീൽഡ്. ആ നിലക്ക് ക്യാൻസറായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊരു വലിയൊരു ക്ഷീണം തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മറുനാടൻ പറഞ്ഞതിനെക്കുറിച്ച് ഇത്രയും വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് കാര്യമൊന്നുമില്ല. സാന്ദർഭം ഈ പറഞ്ഞു മാത്രമേ ഉള്ളൂ. മറുനാട് പലതും കുഴപ്പമുണ്ടാക്കുന്നത് ശരിയാണ്, പക്ഷേ ഇതിലിപ്പോൾ കരുതി കൂട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ആവശ്യം നിൽക്കട്ടെ. പക്ഷേ മമ്മൂക്കയുടെ നേരിട്ട് കാര്യം പറയാം. നിങ്ങൾ ആരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പറയണത്. അതായത് 73 അല്ലെങ്കിൽ 74 വയസ്സ് ഒരു പുരുഷനെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് 60 വയസ്സ് കഴിഞ്ഞാൽ വൃദ്ധനാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പത്രത്തിലൊക്കെ ചിലവ് മരിക്കുമ്പോൾ ഒരു വൃദ്ധൻ മരിച്ചു എന്ന് പറയും. അപ്പോൾ വയസ്സെത്ര 58, 60. അപ്പോൾ 60 വയസ്സ് വൃദ്ധനാണ്. അപ്പം ഞാനൊക്കെ പടുവൃദ്ധനാണ്, കിളവനായി. മമ്മൂട്ടിയെ കിളവനായി, മോഹൻലാൽ കിളവനായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ ഇനിയും അഭിനയിക്കുന്ന ആ ഒരു തൃഷ്ണ എന്ന് പറയില്ലേ, പണ്ട് സിനിമയുടെ തൃഷ്ണ, അത് നിങ്ങൾ പറ്റില്ലേ. കാരണം നിങ്ങളുടെ ശരീരം ഉണ്ടല്ലോ, ഈ ലൈറ്റിനും ഈ മേക്കപ്പ് ചെയ്യുന്ന വസ്തുക്കൾക്ക് കണ്ട് ശരീരത്തെ നിങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യില്ലേ. റെസ്റ്റ് എടുക്കുക. നിങ്ങൾ മോഹൻലാലിനോട് മമ്മൂട്ടിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് റെസ്റ്റ് എടുക്കുക. എന്ത് അഭിനയിക്കാണ് ജീവിതം അവസാനം വരെ അന്ത്യാഭിലാഷം സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കാനും മരിക്കാന്നുള്ള. അപ്പോൾ സത്യം അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കലാണ്. അഭിനയിച്ചത് ഒരു ക്ലൈമാക്സ് കഴിഞ്ഞ് നേരെ വന്ന് ഹോസ്പിറ്റലിൽ കയറി മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ഗുരുതരമുള്ള, അത് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്, അത് ഗുരുതരമുള്ള. ഈ കൊളോണിയൻ എന്നൊക്കെ പറഞ്ഞാൽ വയറിൽ വന്നാൽ എല്ലാവർക്കും അത് ചികിത്സ മാറ്റാവും. അതൊന്നും രോഗമല്ല, ഭയപ്പെടാനില്ല. എങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇത് ഞാൻ മമ്മൂട്ടി അറിവിലേക്ക് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. സിനിമാ നടൻ പിന്നെ പ്രേം നസീർ, നിങ്ങൾ ഇത്രയൊക്കെ പൊങ്ങി വന്നാലും ഇന്നത്തെ തലമുറ മുമ്പിൽ പിന്നെ പ്രേം നസീറിൻ്റെ മുമ്പിൽ നിങ്ങളൊന്നും ആരുമല്ല, അത് മനസ്സിലാക്കണം. പക്ഷേ ആ പ്രേം നസീർ കോടികളിട്ട് അമ്മാനമാടി ലക്ഷങ്ങളിൽ സംഭാവന കൊടുത്ത് അദ്ദേഹം പഠിപ്പിച്ച എത്രയോ ഡോക്ടറും എഞ്ചിനീയേഴ്സും ഈ ലോകത്തുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴേ ആ ശവം അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടാണ് 4 ലക്ഷം രൂപ കൊടുത്ത ചാർട്ടേഡ് ഫ്ലൈറ്റ് ചെയ്യാം. അത് സാധിച്ചില്ല. 4 ലക്ഷം കടം വാങ്ങിച്ചു കൊടുക്കാൻ ആരോഗ്യം വേണ്ട, എന്തിനാണ് ഞങ്ങൾ മരിച്ചു ഇനി 4 ലക്ഷം കടാക്കണേ. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ലോക്കൽ വിമാനത്തിൽ പിന്നെ എന്താണ് ലഗേജിൽ കയറ്റി കൊണ്ടുവന്നത് മനസ്സിലാക്കണം. ഒരു ബെസ്റ്റ് പോലും പ്രേം നസീറിൻ്റെ പേരിലില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. മമ്മൂട്ടി, അതായത് സത്യൻ മരിച്ചിട്ട് ഇപ്പോൾ എത്ര 74 അതിൻ്റെ ഓർമ്മ, 71 74 ഏത് 50 വർഷം കഴിച്ചല്ലോ ഇപ്പോൾ അതുണ്ട്. 50 വർഷം 50 വർഷം കഴിഞ്ഞ് ഈ 50 വർഷത്തിനുള്ളിൽ എത്രയോ നാൾ മുമ്പ് അവിടെ തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്ത് ഒരു ഒരു ഹാളുണ്ടായി, സത്യൻ മെമ്മോറിയൽ ഹാൾ. ഞാൻ പല യോഗങ്ങളവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്രൈം മിനിസ്റ്റർ വെച്ചിട്ട് 89 90 പോയിട്ട് 37 വർഷമായി. ഒരു ബെസ്റ്റ് പദവി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അതാ പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വയ്ക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമോ സൗന്ദര്യം ഒന്നും ഇല്ലാത്തതാണ് ആലുവയിൽ കുറുപ്പാലി മുസ്തകം എന്ന് പറയും. ആ കുറുപ്പാലി മുസ്തകക്ക് മലയാളം ശരിക്കും എഴുതാൻ പോലും അറിയത്തില്ല. സാധു മനുഷ്യൻ, കുറച്ച് സമ്പന്നനാണ്. അദ്ദേഹം കാണിച്ച ബുദ്ധിയുണ്ടല്ലോ. എന്താണ് നൈനാൻ മുസ്തഫ മെമ്മോറിയൽ ഓർഫനേജ്. നൈനാൻ എന്ന് പറഞ്ഞാൽ നൈനാൻ മുസ്തഫ എന്ന് പറഞ്ഞത് നൈനാൻ വാപ്പടവര നൈനാൻ മുസ്തഫ മെമ്മോറിയൽ MES ഓർഫനേജ്. അനാഥ മക്കൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയൊരു സ്ഥാപനം ആലോചിക്കേണ്ട ഇടത്തലുണ്ട്. ഒരു വിദ്യാഭ്യാസം ഉണ്ടായില്ല. അതായത് നമ്മുടെ ആളന്മാരുടെ പുള്ളിയോട് ആളുകളുടെ ആളന്മാർ അത്ര അത് പുള്ളിയുടെ പറയുന്നുണ്ട്. പക്ഷെ നല്ല മനുഷ്യർ അതുപോലും നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. പ്രേം നസീർ കാണിച്ചില്ലല്ലോ. അദ്ദേഹം ജീവിച്ചിരിക്കല ഏതെങ്കിലും ഒരു അനാഥ മന്ദിരോ ഏതെങ്കിലും പൊതുസ്വത്തോ വെച്ച് പാവപ്പെട്ട അന്വേഷിക്കുന്ന ഒരു സ്ഥാപനം വഹിക്കായിരുന്നല്ലോ. അത് വച്ചോ പ്രേം നസീർ? പെട്ടെന്ന് മരിച്ചു. അത് മരിക്കുന്ന വിചാരിയില്ലായിരിക്കാം. അത് തെറ്റാണ്. മമ്മൂട്ടിയാലും മരിക്കുന്ന വിചാരിയില്ലെങ്കിൽ തെറ്റാണ്. നമ്മളെല്ലാം ചിന്തിക്കണം, മരണം നമുക്കെല്ലാം വളരെ അടുത്താണ്. മലയാള അക്ഷരത്ത് ആയാണ്, ആയിൽ നിന്ന് ആയിലേക്കുള്ള ഒരു വളരെ ചെറുതാണ്. അത്രയും പോലും നമ്മുടെ ഗ്യാരണ്ടി ഇല്ലാത്ത ഈ മനുഷ്യരീരം
ഞാനൊരു കാര്യം പറയാം, 70 മോഡൽ ഒരു സ്കൂട്ടർ കൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് 10 രൂപ കൊടുത്താണല്ലോ, ഒരു 2 ആഴ്ചക്കുള്ളിൽ പുതിയ ആപ്പിലേക്ക് തരും. അത്രയുള്ള ഗ്യാരണ്ടി നമ്മുടെ ശരീരത്തിലില്ല. അപ്പം നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഈ പ്രേം നസീറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതേസമയത്ത് നമ്മുടെ ഓടയിൽ നിന്ന് എഴുതിയ സിനിമ എഴുത്തുകാരില്ലേ, അദ്ദേഹത്തിൻ്റെ വീട് പറവൂരാണല്ലോ, ഈ ആലുവ പറവൂര. അദ്ദേഹത്തിൻ്റെ ജന്മ വീട് ഇപ്പോഴും ചെറ്റക്കുടിയിലാണ്. ചെറ്റക്കുടി ഇന്നും അത് ഒരു പുരാവസ്തു അല്ലെങ്കിൽ ഒരു ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മമ്മൂട്ടിയുടെ ചെമ്പിലുള്ള വീട്, ആ സ്ഥലം നിങ്ങൾ പെട്ടെന്ന് കാശാക്കില്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നാം ജനിച്ച നാട് പൊന്നാടാണ്. ആ നാട്ടിൽ നമുക്കൊരു 2 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഉമ്മാടെ വാപ്പയുടെ പേരിൽ എന്തെങ്കിലും ഒരു ഓർഫനേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുസ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പാടില്ലതോ? നിങ്ങൾ പണമില്ലേ? നിങ്ങൾ എത്രയോ പണം ഓരോരുത്തർ കൊടുക്കുന്നു അർമ്മമായിട്ട്. എത്രയോ കോടികൾ കൊടുക്കുന്നു, എത്ര കോടികൾ കൊടുക്കുന്നു പലർക്കായിട്ട്. ഒരു 10 കോടി മേടിക്കുന്ന ആ സ്ഥലത്ത് ഉമ്മയുടെ പേരിൽ, വാപ്പയുടെ പേരിൽ, ഉമ്മ മരിച്ച അധികം കാലമില്ല, ഒരു അനാഥമതി സ്ഥാപനം നടത്താൻ പാടില്ലേ? ശരി, വാപ്പയുടെ പേര് വെച്ചിട്ട് മമ്മൂട്ടി മെമ്മോറിയൽ സ്ഥാപനം എന്ന് പറയല്ലോ. ഇത് KR ഗൗരിയമ്മ കണ്ടുപിടിക്കുക. അവർക്ക് ജീവിച്ചിരിക്കല്ലേ അവർ ഗൗരിയമ്മ മെമ്മോറിയൽ എന്തുകൊടുക്കും? മെമ്മോറിയല്ല, ഗൗരിയമ്മയുടെ പേരിൽ ചേർത്തലെടുത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മൾ വെള്ളപ്പള്ളി പറവൂർ വെള്ളാപ്പള്ളി മെമ്മോറിയല്ല, വെള്ളപ്പള്ളിയായിട്ട് ഒരു മെഡിക്കൽ കോളേജ്. നിങ്ങൾ എന്ത് ചെയ്യാത്തത്? നിങ്ങൾക്ക് മരിക്കൽ വിശ്വാസമില്ലേ? 73 വയസ്സ് കഴിഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ ചെറിയ അസുഖം വന്നപ്പോൾ നിങ്ങൾ ഇത്രയും വരണ്ടെങ്കിലേ, നിങ്ങൾ ഇന്നും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഇന്നും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനോ ചിന്തിക്കുന്നത് നമ്മൾ എന്നു ഭയപ്പെടാൻ പറഞ്ഞല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു സ്ഥാപനം എവിടെയെങ്കിലും ഒരു 10 കോടി മുടക്കി പാവപ്പെട്ട് ചികിത്സിക്കാൻ അല്ലെങ്കിൽ ആ മക്കൾക്ക് അന്വേഷിക്കാൻ വാപ്പാട് ഉമ്മയുടെ പേരിൽ തുടങ്ങാൻ പാടില്ല. മമ്മൂട്ടി ഫാൻസിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഇനിയെങ്കിലും നിങ്ങളുടെ വിലയിരുത്തൽ ഒന്ന് ഗൗരവത്തിലെടുക്കണം. ഈ ഇപ്പോഴത്തെ കാണുന്നതല്ല സത്യം എന്ന് പ്രത്യേകം ആ ഫാൻസിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ നിർത്താറ്. കൂടുതൽ സമയം കളയല്ല. ലാസ്റ്റ് പോയിന്റ്, മുസ്ലിം ലീഗ് 30 സീറ്റ് ആവശ്യപ്പെടുന്നു. 20 സീറ്റിലെ കഴിഞ്ഞ വർഷം മത്സരിച്ച് അതിൽ 18-17 സീറ്റ് കിട്ടി. ഇത് 30 സീറ്റ് കൊടുക്കും. അത് കോൺഗ്രസ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എത്ര പറഞ്ഞാലും കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് കൊടുക്കുകയും മത്സരിക്കുകയും ഒരുപക്ഷെ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ ആവശ്യപ്പെടുന്നുള്ള ഒരു ആരോപണമല്ല, ഒരു മുന്നറിയിപ്പ് വന്നു തുടങ്ങി. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടും. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, ഭരണം കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഭരണമില്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം ചോദിക്കുന്നത് വന്നു കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസ് 2 കാര്യം ശ്രദ്ധിക്കും. ഇന്നത്തെ കണ്ടിട്ട് ഒരു കാരണവശാലും ഒരു സീറ്റുകൾ മുസ്ലിം ലീഗ് കൊടുക്കരുത്. കാരണം അറിയുമോ? അവർക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതലാണ് കൊടുക്കുന്നത്. ബാക്കി നിങ്ങൾ ഈ സമുദായത്തിന് കൊടുക്കണം. ഞാൻ ഈ മാത്യു സാമുവൽ പറഞ്ഞ സമുദായം 10%. ബാക്കി 40% ഈ സാധനം ഈ മുസ്ലിങ്ങൾ ഈ കേരളത്തിൽ RSS പറഞ്ഞ കണക്കാ, ഞങ്ങൾ പറഞ്ഞില്ല. ആ 40% നിങ്ങൾ ആൾ കൊടുക്കണം. അതിൽ ലീഗിന് 1/3 കൊടുത്തിട്ട് ബാക്കി 2 ഭാഗം ഈ സമുദായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. കളി ഇടിക്കാൻ പറ്റില്ല. അവർക്ക് നിങ്ങൾ മിണ്ടില്ല. ഇനി എല്ലാം പങ്കിട്ട് ഓരോരുത്തർക്ക് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് തിരികെ കയറ്റും. പണ്ട് പാർലമെന്റ് തിരികെ കയറ്റിയാൽ നടക്കൂല മക്കളെ. കോൺഗ്രസ്സായിട്ട് പറയാണ്, നിങ്ങളോട് യാതൊരു ഇഷ്ടക്കുറവില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കരുക്കൾ നീക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ അഭ്യാസം അതൊന്നും പറ്റൂല. നിങ്ങൾ മുസ്ലിം ലീഗ് നിങ്ങൾ മുസ്ലിം ലീഗ് ആകെയുള്ള മുസ്ലിങ്ങൾ 3-1 കേരളത്തിൽ ലീഗ് അനുഭാവി ലീഗ് മെമ്പറില്ല അനുഭാവികൾ. ബാക്കി 2 ഭാഗം പുറത്തു കിടക്കാണ്. ആ 2 ഭാഗത്തിന് നിങ്ങൾ സീറ്റ് കൊടുക്കണം. എനിവേ പൊസിഷൻ എന്താണെങ്കിലും. ഇന്നിപ്പം നിങ്ങൾ കൂടിയിലോ ഡൽഹിയിൽ എത്ര പേരുണ്ടായിരുന്നു കേരളത്തിൽ മുസ്ലിങ്ങൾ? പറയൂ, എത്ര പേരുണ്ടായിരുന്നു? 40% പറഞ്ഞേ. സംഘപരിവാർ 40%. എത്ര പേരുണ്ടായി? 10% എത്ര പേരുണ്ടായി? ഇവർക്കെല്ലാം കൊടുത്ത കുഴപ്പമില്ല. പക്ഷേ വോട്ട് കിട്ടണമെങ്കിൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള എണ്ണം കൊടുക്കണം. അല്ലെങ്കിൽ വോട്ട് കിട്ടില്ല, ഭരണം കിട്ടില്ല. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗ് 2 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങളെ പേര് എത്രയും പെട്ടെന്ന് പേര് മാറ്റും. അത് മസ്റ്റാണ്. അതിനെക്കുറിച്ച് ഇനി ഒരു ചർച്ചയില്ല. അത് വളരെ എസെൻഷ്യൽ, അനിവാര്യമാണത് മാറ്റുക. മുസ്ലിം എന്ന പേര് രാഷ്ട്രീയ പാർട്ടി അല്ലാതെ പാർട്ടിയല്ല പറഞ്ഞത്.
അത് മാറ്റണം. അത് മാറ്റാത്തതിന് കാലം നിങ്ങൾ കൂടുതൽ സീറ്റ് ലീഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഭരണം പോകും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഭരണം ഇത്ര താഴെ പോകാൻ കാരണമുണ്ടോ? കുഞ്ഞാക്ക് അവിടെ രാജിവെച്ച് വന്ന് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു. ഇത് രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ സംസ്ഥാന കേരളം എന്തെന്ത് കുഞ്ഞാക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പോലും കൊടുക്കാൻ ജനങ്ങൾ താല്പര്യമില്ലാത്തത്. അതാണ് പുള്ളിയും CH തമ്മിൽ വ്യത്യാസം. ഇതൊക്കെ മനസ്സിലാക്കുന്ന കുറേ പേര് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, ഇന്ത്യ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവില്ല. ഇവിടെ കുഞ്ഞാക്കയോടോ മുസ്ലിങ്ങളോടോ യാതൊരു പിണക്കമില്ല, ഒരു വൈരാഗ്യമില്ല. നമ്മൾ അവിടെ സിമ്പതി ആവശ്യമില്ല, നമ്മൾ സഹായം പ്രതീക്ഷയില്ല. നമ്മളൊരു MLA MP ആകാനും പോകുന്നില്ല. പക്ഷേ ആ സംഘടന നിലനിൽക്കട്ടെ, നല്ലത് തന്നെ. നിലനിൽക്കണമെങ്കിൽ ആ മുസ്ലിമിൻ്റെ പേര് മാറ്റിപ്പോയി വലിയ അപകടത്തിലേക്ക് പോകുന്നത്. ഇത്രയും ക്രിക്കറ്റ് കുത്തുന്നത്, ഈ മാത്യു സ്വാമിയിൽ ഇത്രയും ക്രിക്കറ്റ് കുത്തുന്നത് ഈ നിങ്ങളാ പേര് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ജാതി പേര് ഉപയോഗിച്ചാൽ അല്ലെന്നും കുഴപ്പമില്ല, ഈ രാഷ്ട്രീയത്തിൽ പേര് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല. ഞങ്ങളൊരിക്കലും വർഗീയവാദത്തിലേക്ക് ലീഗ് വിരോധിയൊന്നുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് കോൺഗ്രസ് പറയാണ്ട്. അത് തന്നെയല്ല, കോൺഗ്രസ് എന്താണ് ഇപ്പോൾ കളിക്കുന്നത്? ഈ ഇന്നലെ പറഞ്ഞ പടുവൃത്തന്മാരൊക്കെ വീട് രംഗത്ത് കൊണ്ടിരണോ? 30-40 വർഷം ചുമരെഴുതി വെള്ളം കോരി നടന്ന ഈ പാവപ്പെട്ടവന് അവരൊരു അവസരമില്ലേ? ഇനി ഈ വൃദ്ധന്മാരൊക്കെ പണ്ട് അഹമ്മദ് സാഹിബ് ആൽവനി കിടന്ന് മരിച്ചോലെ ഇവർക്കെല്ലാം അസംബ്ലി കിടന്ന് മരിക്കണോ? അതാണ് നിങ്ങൾ കൂട്ടുവെക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു മഹാനെയും, ഏത് മഹാനാണെങ്കിലും 60 വയസ്സ് ഒരാൾ സ്ഥാനത്ത് കൊടുക്കരുത്. 2 പ്രാവശ്യം ജയിച്ച ഒരാൾക്ക് സീറ്റ് കൊടുക്കരുത്. ഏതെങ്കിലും ജനസംഖ്യക്ക് ആനുപാതി കൊടുക്കുകയും ചെയ്യും. ജനസംഖ്യക്ക് ആനുപാതിട്ട് കൊടുക്കുമ്പോഴും വോട്ടിന്റെ പ്രപ്പോർഷൻ നോക്കണം. ഇപ്പൊ ജനസംഖ്യ ആനുപാതി വിഭാഗം 20% ഉണ്ട്. പക്ഷേ അത്ര നിങ്ങൾ സീറ്റ് കൊടുത്താൽ വട്ടപൂജ്യവും. കാരണം അതിൽ 80% കോൺഗ്രസിനല്ല, LDFനാണ്. അപ്പൊ 10% വരുന്ന കോൺഗ്രസിൽ 2.5% മാക്സിമം UDFന് കിട്ടും. കാരണം കത്തോലിക്ക കോൺഗ്രസ് അയക്കുന്നത് കിട്ടും. ബാക്കി ഉള്ള 2% BJPക്ക് പോകും, 2% LDFന് പോകും. അപ്പോൾ 5% അത് പ്രതീക്ഷിക്കാം. ആകെ ഉള്ളതിനാണ് 5 അത് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെയില്ല. അതുപോലെ ഈഴവസ് 20% ഈഴവാസ് ഉണ്ട്. അതിൽ 80% ആർക്ക് പോകും? LDFനും ബുക്ക്ഡാണ്. ബാക്കിയുള്ള 20% 10% BJP പോയി കഴിഞ്ഞ് ബാക്കിയുള്ള 10% കിട്ടുന്നത്. ബാക്കിയുള്ള 10% എത്രയാണ്? 2%. 102%. അത് 25-ന്റെ 10%, 100-ന്റെ 2% ഏത് കൊച്ചിനും അറിയാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും അറിയാം. അതുപോലും നമ്മുടെ UDFന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരിപ്പോൾ VM സുധീറിനെയും പിന്നെ മുല്ലപ്പള്ളിയും അടൂർ പ്രകാശിനെയും K ബാബുവിനെയും ഇല്ല. തീർന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കരക്കാട്ടിപ്പോയി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആർത്തി കൊണ്ടെല്ലാം കളഞ്ഞ്, അല്ലെങ്കിൽ നല്ല പേരും പെരുമയുള്ള ഒരു മനുഷ്യരായത്. അത് ആർത്തി കയറി പണം കൂടിയോണ്ട് എല്ലാം കളി ഇപ്പോൾ രോഗിയായി. അത് പോയി. ഇവരെല്ലാം വിചാരിച്ചിട്ട് എത്ര വോട്ട് കിട്ടുന്നുണ്ട്? ഈ 25% ഈഴ വിഭാഗത്തിൽ എത്ര വോട്ട് അടൂർ പ്രകാശ് കൊണ്ടുവരുന്നുണ്ട്? എത്ര വോട്ട് VM സുധീരൻ കൊണ്ടുവരുന്നുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭരണി നിൽക്കണമല്ലോ, കയറുമായിരുന്നല്ലോ. അപ്പോൾ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി അല്ല കൊടുക്കേണ്ടത്. 2 കാര്യം പറഞ്ഞ് നിർത്താം. ഒന്ന്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കണം. അതാണ് ഷായിസം എന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, വോട്ടിൻ്റെ റേഷ്യോ അനുസരിച്ച് സ്ഥാനമാനം കൊടുക്കുക. അല്ല വെറും ജനസംഖ്യ മാത്രം കൊടുക്കരുത്. ജനസംഖ്യയിൽ എത്ര ശതമാനം വോട്ട് കോൺഗ്രസിനുണ്ടെന്ന് കണക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ കണക്ക് അനുസരിച്ച് ഇത് കൊടുക്കാവുള്ളൂ. അപ്പോൾ 20% ഈഴവാസം ഉണ്ടെങ്കിലും പക്ഷേ വോട്ട് ശതമാനം UDF കിട്ടുന്നത് 2% ടോട്ടൽ വോട്ടിന് 2%. അല്ലെങ്കിൽ അത് 25% 5% കിട്ടുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? സ്ഥാനമാനം കൊടുക്കുമ്പോൾ അതനുസരിച്ച് കുറക്കണം. മുഴുവൻ വോട്ട് കിട്ടുന്നവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണം. ഇപ്പോൾ മുസ്ലിങ്ങൾ ഏതാണ്ട് 98% ഇത്തവണ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അത് UDFനോട് സ്നേഹം കൊണ്ടോ കോൺഗ്രസ് സ്നേഹം കൊണ്ടില്ല, വേറെ വഴിയില്ല. അവർ പെട്ടുപോയി. അങ്ങനെ അത് കണക്കാക്കിക്കൊണ്ടാണ് CPM-ഉം BJP-യും അന്തർധാരയും മുഖ്യധാരയൊക്കെ വരാൻ പോകുന്നത്, മുന്നണി വരാൻ പോകുന്നത്. അവിടെ ഭരണം ഏതാണ്ട് LDFന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ ചെയ്തപ്പോൾ AICയുടെ പ്രസിഡന്റ് കാർന്നവർ പറഞ്ഞറിയോ? അതെ, നിങ്ങളെല്ലാം ഒത്തൊരുമിച്ചൊന്നും ഭരണം പിടിച്ചെടുക്കുക, ആരും മാറണ്ട. തന്നെ നടക്കാൻ പറ്റില്ല സുധാകരനൊക്കെ പറഞ്ഞെന്താന്ന് ഓർമ്മയില്ല. ആ ആളെയൊക്കെ മാറ്റാൻ സമ്മതിക്കില്ല. ഈ എന്തൊരു ഗതികേട്, എന്തൊരു കഷ്ടകാലം നോക്കി. ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ കേരളത്തിൽ 40% മുസ്ലിങ്ങൾക്ക് അവസ്ഥ എന്താണ്? ഇത്രയെല്ലാം ചെയ്തിട്ടും ഇവരെല്ലാം വൈരാഗ്യം ഏറ്റിട്ടും ഇനി അവർ ഭരണം കിട്ടിയില്ലല്ലോ. എന്താ ചെയ്തത്? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് 30 സീറ്റൊക്കെ ലീഗിന് കൊടുത്ത് നിങ്ങൾ അത് വഷളാക്കരുത്.
അത് വലിയ അപകടത്തിൽ ചെയ്യും, അത് നാശത്തിൻ്റെ പക്കത്താണ് അതും ചെയ്തതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.